ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ള പോളിമറാണ് റബ്ബർ. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ള പോളിമറാണ് റബ്ബർ. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ള പോളിമറാണ് റബ്ബർ. റബ്ബർ ഉണ്ടായിട്ടുള്ളത് ഏത് പോളിമർ ചേർന്നാണ്? ഐസോപ്രീൻ. കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമാണ് നിയോപ്രീൻ, തയോപ്പോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ. കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമാണ് നിയോപ്രീൻ, തയോപ്പോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ. കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമാണ് നിയോപ്രീൻ, തയോപ്പോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ. ചൂടാകുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നതാണ് തെർമോപ്ലാസ്റ്റിക്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ചൂടാകുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. അതായത് ചൂടാകുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. അപ്പോൾ അതിന് ഭൗതിക മാറ്റം മാത്രമാണ് ലഭിക്കുക, അതായത് താൽക്കാലിക മാറ്റം മാത്രമാണ് സംഭവിക്കുന്നത്. പക്ഷെ സ്ഥിരമായിട്ട് ദൃഢമാവുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അപ്പോൾ ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റത്തിനോടൊപ്പം രാസമാറ്റവും, അതായത് സ്ഥിരമായ മാറ്റവും സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോപ്ലാസ്റ്റിക്കുകളെ ലീനിയർ പോളിമർ എന്ന് വിളിക്കാൻ കാരണം മോണോമറുകൾ നേർരേഖയിൽ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ മോണോമറുകൾ അല്ലെങ്കിൽ ലഘു തന്മാത്രകൾ നേർരേഖയിൽ വരുന്നത് കൊണ്ടാണ് തെർമോപ്ലാസ്റ്റിക്കുകളെ ലീനിയർ പോളിമർ എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ തെർമോപ്ലാസ്റ്റിക്കുകളെ ലീനിയർ പോളിമർ എന്ന് വിളിക്കാൻ കാരണം മോണോമറുകൾ നേർരേഖയിൽ വരുന്നത് കൊണ്ടാണ്. മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്ന ഘടനയുള്ള പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്ന ഘടനയുള്ള പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്ന ഘടനയുള്ള പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. ഇലക്ട്രിക് വയറിങ്ങിന്, പ്ലംബിങ്ങിന്, ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻകോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC. ഇലക്ട്രിക് വയറിംഗ്, പ്ലംബിംഗ്, ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻകോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC ആണ്.